ഇതെപ്പ എത്തി? ഡേ നിന്റെ സാലറിയുടെ പുറത്ത് ഒരു വെഹിക്കിൾ ലോൺ സംഘടിപ്പിക്കാൻ പറ്റുമോ? എന്നാത്തിനാ BMW എടുക്കാനാ? കാര്യമായിട്ടടി ഒരു മിനി ലോറി മേടിക്കാനാ. അത് മേടിച്ചു വെച്ചാൽ നമ്മുടെ ഫാക്ടറിയിലെ പ്രൊഡക്ഷൻ റീസ്റ്റാർട്ട് ചെയ്യായിരുന്നു. എന്നാത്തിനായി വിഷമിക്കുന്നത്? ജോയ് നോക്കിക്കോ, ബൈ ദിസ് മന്ത് കാര്യങ്ങളൊക്കെ നേരെയാവുന്നേ. രാവുന്ന അനു ചായ വേണോ? ലോറി, ഒരു മിനി ലോറി കിട്ടാൻ എന്താടി ഒരു മാർഗം? കക്കാൻ പോയാലോ? പട്ടാളം റോട്ടില് രാത്രിയാകുമ്പോ കൊറേ നിർത്തിണ്ടാവും. എൻ്റെ അപ്പൻ അതായിരുന്ന പണി. പോടി തണ്ടി. എവിടെ നിന്നൊരു കത്ത്? പുറത്തുനിന്നാണല്ലോ. സൗത്ത് ആഫ്രിക്ക. എടി ഇത് അപ്പാപ്പൻ്റെ കത്താട്ടാ. ഗ്രേസ് ചേച്ചി ഇനി വേൾഡ് ടൂർ കഴിഞ്ഞിട്ട് ചന്ദ്രനിലേക്ക് വല്ല പര്യടനം പ്ലാൻ ചെയ്യുന്നുണ്ടോ? നീ ഒന്ന് പിടിച്ചടി. എന്താ ഇനി അടുത്ത കുരിശ്? ചുള്ളന്റെ ഫോട്ടോ നോക്കിയേ. എന്നിട്ടത് കൊറേ ഉണ്ടല്ലോ. ആ മോനെ ജോയിക്കുട്ടാ, നിനക്ക് സുഖം തന്നെയല്ലേ അവിടെ? ഭയങ്കര സുഖാണ് പാപ്പ. ആ ജാതി പണിയും തന്നിട്ടല്ലേ പോയെ? ഇവിടെ എനിക്ക് പരമസുഖമാണ് മോനെ. ജീവിതത്തിലെ സുഖങ്ങൾ എന്താണെന്ന് അറിയുന്നത് ഇപ്പോഴാണ്. പ്ലാൻ ചെയ്ത പോലെ ഇക്കൊല്ലം ക്രിസ്മസിന് ഞങ്ങൾ യൂറോപ്പ് ടൂർ പോകുന്നു. പാരീസിൽ ഗ്രേസിയുടെ അനിയനുണ്ടല്ലോ, പോണ വഴിക്ക് പറ്റിയ അവിടെ ഒന്ന് കയറും. മൂർക്കാങ്കടല് കയറണമെന്ന് പറയണ പോലെ പറയണേ. ഇനി തൃശ്ശൂർക്കൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല കുഞ്ഞെ, അതും നിശ്ചയിച്ചു. ഇവിടത്തെ സിമിത്തേരിയില് എനിക്കും ഗ്രേസിക്കും കൂടി ഒരു VIP കല്ലറ ബുക്ക് ചെയ്തു. VIP കല്ലറ ബുക്ക് ചെയ്തു? നിങ്ങൾക്കും വേണം, വായിക്ക്. അങ്ങനെയുള്ള എല്ലാ ചെലവുകളും കഴിച്ച് ബാക്കിയുള്ള തുകയുടെ ഒരു ചെക്ക് ഇതിനോടൊപ്പം നിനക്ക് അയക്കുന്നു. ഇത് നിനക്കുള്ളതാണ്. ചെക്ക എവിടെ? ഇവിടെ ഒട്ടിരിക്ക. ഇങ്ങോട്ട് വന്നേ. 4,50,000. അയ്യോ പാപ്പ, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണെന്ന് നിനക്കറിയാമല്ലോ കുഞ്ഞെ. നീ വലിയൊരു ബിസിനസ്സുകാരനായി താക്കോൽക്കാരന്മാരുടെ പേരിൽ ലോകം മുഴുവൻ അറിയിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് കുഞ്ഞെ. ഓൾ ദ ബെസ്റ്റ്. സ്നേഹത്തോടെ അപ്പാപ്പൻ. എന്താ പാപ്പ? അറിയിക്കോ പാപ്പ, എന്തായാലും ഞാൻ അറിയിക്കും. ഹെൽപ്പ് വരുന്ന വഴി കണ്ടടി. നീ കണ്ടോ, പുണ്യാളം നമ്മൾ അങ്ങനെ കൈവിടില്ല. ലോറി ഉണ്ടല്ലോ, നാളെ പടപടാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരും. ഓ അപ്പാപ്പ, ഞാൻ അറിയാതെ തെറി വിളിച്ചതാട്ടാ. ഇതെന്തിരിപ്പാത്? കഴിക്കില്ല പേട്ടാ? ഇല്ല, വാ ഉച്ച കഴിഞ്ഞിട്ട് കഴിക്കാം. അതാവുമ്പോ രാത്രി കിടക്കണോ പടം തൊട്ടെങ്കിലും വയറ്റിലേക്ക് തന്നാ മതിയല്ലോ. ശരി എന്നാ. ഏയ് എന്തുട്ടത് റേഷൻ കടയുടെ മുമ്പിൽ പട്ടിയിരിക്കണോണ്ടിരിക്കണേ? ജോട്ടാ, മൂപ്പര് ചിലപ്പോൾ വയലൻ്റ് ഔട്ടാ. നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്യണേ. ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന പിന്നെ ആൾ ഇവിടെ തന്നെയാ താമസം എന്നാ കേട്ടെ. കടക്കാരെ പിടിച്ച് വീട്ടിൽ കയറാൻ പറ്റണ്ടേ? നമ്മുടെ അതേ സിറ്റുവേഷൻ. കയ്യിൽ ചുറ്റിയ ഇവനിന് റിപ്രൂവലായടാ. അഭയൻകുട്ടാ, ഏയ് വെളുത്താ നീ. എവിടെയായിരുന്നു കണ്ണാ? എവിടെയൊക്കെ അന്വേഷിച്ചു? അന്റാർട്ടിക്കയിലായിരുന്നു. അവിടെ ആരല്ലേ? മോലാളി എന്നെ കൊണ്ടൊന്നും പറയിക്കരുതിട്ടാ. എന്തോ പ്രാവശ്യം ഞാൻ നിങ്ങളെ പിന്നാലെ നടന്നു മോലാളി. ഓ പിന്നാലെ വന്നു. നീ പിന്നെ എന്താ എന്റെ അടുത്ത് പറയാത്തെ? മറന്നുപോയി. ശ്രദ്ധിക്കല്ലേട്ടാ ഗ്രീനോ നീ. മോലാളി എന്റെ ക്ഷമ പരീക്ഷിക്കരുതിട്ടാ. നിങ്ങള് ഒരു കൊലപാതകയാക്കി മാറ്റരുത് തന്നെ. ഏയ് നീ ഇങ്ങനെ വയലന്റ് ആവില്ലേ? എടാ ഇതിപ്പോ ഒന്ന് പൊടി തട്ട് എടുക്കണ വെച്ചാ എന്ത് കോസ്റ്റ് വരും? ഏയ് നമ്മുടെ പിണ്ടല്ലേ ഇത്? 40,000 രൂപ വേണ്ടി വരും. എന്തായാലും സഹായിക്കണ്ട. നീ ഇപ്പൊ പഴയതുപോലെ അമ്പലത്തിൽ പോക്കുന്നില്ലടാ. സർവേ കല്ല് കാക്കത്തൂറിയല്ലോ ഒന്നും കാണണല്ലോ. പിടിക്കേ. മോലാളി പിന്നല്ലണ്ട ആർക്കടാ. ഡാ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്കും ഈ ജോയി താക്കോൽക്കാരന് ഇതുവരെ ഒരു പണി കൊടുത്തിട്ടില്ല. അപ്പൊ നിന്റെ വണ്ടിക്ക് ബാലൻസ് ഇനി എത്ര CC ഉള്ളടാ? ഒരു 1.5 ലക്ഷം രൂപ ബാക്കി ഉണ്ടാവും. 4 മാസമായിട്ട് CC ഒന്നും അടച്ചിട്ടില്ല. അത്ര ഉള്ളോ? അത് പഠിക്കാം. നീ ചെക്കെടുക്ക്. ഇതിങ്ങന്നേ
പൊക്ക് മണി സൂക്ഷിക്കാൻ പറ്റിയ സ്ഥലം ഇതാ. വെച്ചോ. ദാ. പൂജയൊക്കെ കറക്റ്റല്ലടാ, കൂടിയ തെണ്ടുട്ടാ. നീ സി അടച്ച് തീർക്ക്. എന്നോട് പോക്കണം മുതലാളി. ഇനി എന്തിട്ട് കാണിക്കണേ? നാട്ടുകാർ കാണലടാ. നീ കണ്ണീരൊക്കെ തുറച്ചേ. പിന്നെ അഭയാ, നമ്മള് ഈ സി അടച്ച് തീർന്നോടുകൂടി നമ്മുടെ വണ്ടിയുടെ പേര് ചെറുതായിട്ട് ഒന്ന് മാറ്റൂട്ടാ. പുണ്യാളന ഗർഭത്തീസ്ന്ന്. ചെറുതായിട്ട് മനസ്സിലായില്ലേ മുതലാളി? ഒന്നുമില്ലടാ, നിന്റെ വണ്ടി നമ്മളങ്ങോട്ട് മേടിച്ചു. അല്ലെങ്കിൽ ഈ വണ്ടി ബാങ്കുകാർ കൊണ്ടുപോകും, അത്രേ ഉള്ളൂ. പിന്നിലുണ്ട്. എനിക്ക് എന്റെ അമ്മേനെ കട്ടു ഇഷ്ടമുള്ള വണ്ടിയാ മുതലാളി ഇത്. പാവം. അതിനിപ്പോ എന്താ, നീ തന്നെ ഓടിക്കണേ. പേര് ചെറുതായിട്ടൊന്ന് മാറ്റുന്നേ ഉള്ളൂ. ഈ പേരും മാറ്റാണ്ട് ഞാൻ ഓടിച്ച പോരെ മുതലാളി? അയ്യോ, അപ്പൊ ഞാനൊരു പൊട്ടനാവില്ല ഭയാ. നീ ആലോചിച്ചിട്ട് തീരുമാനം പറഞ്ഞാ മതി. സംഭവം വർക്കൗട്ട് ആയച്ചാ പുണ്യാളൻ അഗർബത്തീസിന്റെ പെർമനന്റ് സ്റ്റാഫാണ് നീ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. പ്രോഫിറ്റ് ഷെയറിംഗ്, അതാണ് ജോയിന്റെ ലൈൻ. നമ്മുടെ ഇൻഫോസിസിലെ നാരായണമൂർത്തിയെ പോലെ. ഏതമ്പലത്തിലെ മൂർത്തിന്ന്? അഭയാ, തൽക്കാലം വലിയൊരു ശമ്പളമൊന്നും തരാൻ പറ്റില്ല. പക്ഷെ നമുക്കൊരു നല്ല കാലം വന്നാ അത് എല്ലാവർക്കും ഉണ്ടാവും കേട്ടാ. അതുറപ്പാ. ആ, എന്തേരാ ഒരു സ്റ്റാർട്ടിങ് ട്രബിള്? എന്തോ ഇത് വല്ല നടപടിയാവോ? ആവുന്നു. ഡോ മിസ്റ്റർ പാപ്പാൻ, ഇതിന് പിന്തുടരാൻ പ്രത്യേകിച്ച് ടൈമിങ്സ് ഒന്നും ഇല്ലേ? അതിപ്പോ ആനോട് പിണ്ടിടാൻ പറഞ്ഞിട്ട് നിർബന്ധിക്കാൻ പറ്റുമോ? അതിനൊരു മൂഡ് വേണ്ടേ? അപ്പം മൂടില്ലേ? മൂടുണ്ട്, അതൊന്ന് തുറന്നിട്ടുണ്ടേ. ഇത് പ്രശ്നമാവട്ടെ ചോട്ടാ, ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല. അതിനുള്ള ആരും പാർക്ക് ചെയ്തിട്ടില്ലല്ലോ. ഒരാന്റെ കെട്ടിനെ കണ്ടുവിടാ. ഇവന് എവിടത്തെ സെക്യൂരിറ്റി? ഇവരെ പിടിച്ച് ആനക്കിട്ട് കൊടുത്താലോ? ഇതിപ്പോ തീരൂത്. ഇത് കുറെ നേരമല്ലേ പറഞ്ഞു തുടങ്ങിയിട്ട്. പൂരത്തിന് ലേറ്റ് ഔട്ട് ആയിപ്പെട്ടാ. ആ, ഇതാ ഞാൻ പറഞ്ഞ ജോയിയെ, വണ്ടിയിലാണ്ട് കാര്യം നടക്കൂല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, വണ്ടി വർക്ക്ഷോപ്പിലാണ്. 1.5 ആഴ്ച കൊണ്ട് റെഡിയാവും. ചെറിയ പണിയുള്ളൂ. ആ, നൈസ് പണിയുള്ളോ. ജോട്ടാ, എനിക്കൊരു ഐഡിയ. പറയേ. നമുക്ക് ആനയ്ക്കൊരു അണ്ടർവെയർ തയ്പ്പിച്ചാലോ? അതാകുമ്പോ കുറച്ച് തുണിയുടെ ചെലവിലുള്ളൂ. വൈകുന്നേരം കംപ്ലീറ്റ് സാധനം കളക്ട് ചെയ്യാലോ. എങ്ങനെ? അയ്യപ്പട്ടൻ, അത് ശരിയാണല്ലോ. എന്താ അഭിപ്രായം? മോഹം കഷു ബഹുകൃതം തുമജൽ ഗുണേദ്യ. അത് കേറില്ലാന്ന്. രാവിലെ കുട്ടികളെ അപ്പിടിക്കാൻ ഇത്ര വിഷമില്ല അല്ലേ ജോയെ? ജോയേട്ടാ, ദേവരിന് മുതൽ ദേവരിന്. എവിടെയായിരുന്നു ചേട്ടാ ഇത്ര നേരം? എത്ര നേരായി വെയിറ്റ് ചെയ്യണു. ആ വായോ. ഷട്ടർ ഇട്ടാ അയ്യോ, മതി. ഇന്നത്തേക്ക് ഇത് മതി. കുന്നോളം ആഗ്രഹിച്ചാൽ പിണ്ടോളം കിട്ടുള്ളൂടാ. കില്ലൻ സാധനാട്ടാ. നീതിലക്കാവൂലമ്മേ. അടിച്ചമർത്തപ്പെട്ടവന്റെ സമരമാണ് മോലാളി ഇത്. നമ്മളുണ്ട് കൂടെ. നിന്റെ ഒക്കെ സഹതാപം കാണുമ്പോ എനിക്ക് തൂങ്ങി ചാവാനാ തോന്നണട്ടാ ജിംബ്രൂട്ടാ. അങ്ങനെയൊന്നും പറയല്ലേ മുതലാളി, ഞങ്ങൾ പോയി പണി തുടങ്ങട്ടെ. കൂലി പതുക്കെ മതി. നേരെ തൃപ്രയാൾക്ക് വിട്ടോളൂ. അമ്പലത്തിന് മുമ്പിൽ ചെന്നിട്ട് ആന്റോനെ വിളിച്ചാ മതി. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഫുൾ ഓടാ കിട്ടും. കംപ്ലീറ്റ് ചെയ്യാൻ റെഡിയാക്കിണ്ട്. ഭഗവതി, നാളെ കോട്ടയിന്ന് അനുകൂലമായിട്ടുള്ളൊരു വിധി വന്നില്ല വെച്ചാ അപ്പൻ അയച്ചു നീ പോണ കാശും വേസ്റ്റാ. പിന്നെ നമ്മുടെ പുണ്യാളന ഗർഭത്തീസിനെ രക്ഷിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല.